നമുക്ക് നമ്മുടെ കൂടെയുള്ളവരൊക്കെ എങ്ങനെയാണെന്ന് അറിയോ? കുറ്റം ചെയ്താൽ ശിക്ഷിക്കും ആരാണെങ്കിലും. നമുക്കറിയില്ലല്ലോ കൂടെ നടക്കുന്ന ഈ പണിയുണ്ടെന്ന്. അത് അതെ അത് ഞാൻ കണ്ടു. അതിനിപ്പോൾ ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരൊക്കെ എങ്ങനെയാണെന്ന് അറിയോ? കുറ്റം ചെയ്താൽ ശിക്ഷിക്കും ആരാണെങ്കിലും. നമുക്കറിയില്ലല്ലോ കൂടെ നടക്കുന്ന ഈ പണിയുണ്ടെന്ന്. അത് കണ്ടെത്തും, കണ്ടെത്തിയാൽ ശിക്ഷിക്കും. ആരാ കണ്ടെത്തിയാരാ? സംസ്ഥാന സർക്കാർ തന്നെ. അതിൻ്റെ പേരിലാണ് ചിലരൊക്കെ കാലത്ത് തൊട്ട് അട്ടഹാസം ചാനലിൽ ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട. ഞാൻ പറയല, വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ വരണ്ട, അത്രേ പറയുന്നു. അല്ല, അതിൽ ഇപ്പോൾ ഹൈക്കോടതി പ്രഖ്യാപിച്ച അന്വേഷണമുണ്ട്, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ. അപ്പോൾ അതിൽ പെടാത്ത കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നാണ് ഗവൺമെൻറ് നിലപാട്. പക്ഷെ അതിൻ്റെ ഒരു സാങ്കേതിക വശങ്ങൾ കൂടെ നോക്കണം. ഹൈക്കോടതിയുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ഈ പരിധിക്ക് വരാത്ത ഒന്നുകിൽ ഈ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നെയ്യ് പമ്പയിൽ കൊണ്ടുവന്ന് അത് മാറ്റിയതാണ് പരാതി. ഒറിജിനൽ നെയ്യല്ല പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് എത്തിയത്. അത് സത്യത്തിൽ വിജിലൻസിൻ്റെ എൻക്വയറിയിൽ സാധാരണ രീതിയിൽ പെടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറഞ്ഞത്. അപ്പം അത് നോക്കി ഹൈക്കോടതിയുടെ അഭിപ്രായം അറിഞ്ഞ് ഈ ഹൈക്കോടതി നിർദ്ദേശിച്ചതിൻ്റെ പരിധിയിൽ വരാത്ത കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾ അത് അന്വേഷിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിയമവശങ്ങൾ കൂടെ പരിശോധിച്ച് തീരുമാനം എടുക്കാമെന്ന് ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്.